ഹായ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്വാഗതം. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഫസ്റ്റ് വ്ളോഗ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ വ്ളോഗ് എൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് ഇൻ കോളേജ്. അപ്പോൾ കോളേജിലത്തെ ഫസ്റ്റ് ഡേ ആണ്. എങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും നന്നായിട്ട് പോകുമെന്ന് കരുതുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഗെറ്റ് റെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രസ്സ് മാറി കോളേജിൽ പോകണം. ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ വെച്ച് കാണാം. കോളേജൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നല്ല ഭംഗിയും നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പക്ഷെ കുറച്ച് തിരക്കുണ്ട് ആ സ്റ്റാർട്ടിങ് ഓഫ് ദി അക്കാഡമിക് ഇയർ. അത് കാരണം പിന്നെന്താ, കുറച്ച് പിള്ളേരെ പരിചയപ്പെട്ടു, കുറച്ച് ടീച്ചർമാരും പരിചയപ്പെട്ടു. ഇനിയും കുറേ അറിയാനുണ്ട്. അധികം ഷൂട്ടിംഗ് ചെയ്യാൻ പറ്റിയില്ല. ഹായ്, വെൽക്കം. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്, കോളേജിൻ്റെ സെക്കൻഡ് ഡേ. അപ്പോൾ ഇന്ന് പോകണം. 9 മണിക്ക് ക്ലാസ് തുടങ്ങും. ഹാഫ് ഡേ ആയിരിക്കും മിക്കവാറും. അപ്പോൾ ഹാഫ് ഡേ ക്ലാസ് ഉണ്ട്. ക്ലാസ് തുടങ്ങിയിട്ടില്ല, സത്യം പറഞ്ഞാൽ സബ്ജക്ട്സ് ഒന്നും പഠിപ്പിച്ച് തുടങ്ങിയിട്ടില്ല. അടുത്ത ആഴ്ച ആയിരിക്കും പഠിപ്പിച്ച് തുടങ്ങാം. അപ്പോൾ അത് കാരണം ഒരു ആശ്വാസമുണ്ട്. സെക്കൻഡ് ഡേ ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഒരു ഗ്രീൻ കുർത്തിയാണ്. പിന്നെ ഷോൾ ഇടണം, അത് നിർബന്ധമാണ്. ഇങ്ങനെ ഫോർമൽ ദിവസം. പ്രൊഫഷണൽ കോഴ്സ് എടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രൊഫഷണൽ ഡ്രസ്സ് ഇടണം. പിന്നെ അങ്ങനെ റെഡി ആവാണ്. ഷോളും ബാഗും എല്ലാതും എടുത്ത്. അപ്പോൾ ഈ ഒരു വൈറ്റ് ഷോളായിരിക്കും മാച്ചിങ്. അതൊക്കെ ഇങ്ങനെ എടുത്ത് പോവാണ്. പിന്നെ അതിങ്ങനെ എങ്ങനെ വെക്കണമെന്നൊരു കൺഫ്യൂഷനാണ്. ഇങ്ങനെ തോളിക്കൂടെ ഇടണോ, അല്ലെങ്കിൽ കഴുത്തിക്കൂടെ ഇടണോ, അല്ലെങ്കിൽ കെട്ടി വെക്കണോ, അങ്ങനെയൊക്കെ. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് 7:30 ഒക്കെ ആകുമ്പോൾ 7:30, 8 o'clock ആകുമ്പോഴേക്കും കഴിക്കും. പിന്നെ കോളേജിലേക്ക് പോകണം. അതിൻ്റെ ഒരു തത്രപ്പാടിലാണ്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസമൊക്കെ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ കണ്ട് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാക്കി. അങ്ങനെയൊക്കെ ഇരിക്കണം. ഈസ് മൈ ഫ്രണ്ട്സ് ഗിഫ്റ്റ്. അപ്പോൾ ഞാൻ റെഡിയാക്കി കഴിഞ്ഞു. എൻ്റെ എല്ലാതും കഴിഞ്ഞു. ബാഗൊക്കെ പാക്ക് ചെയ്തു. ഇനി എൻ്റെ ഫ്രണ്ട് വരണം. അവൾ കോളേജിൽ കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് കോളേജിലേക്ക് പോകണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, എല്ലാതും കഴിഞ്ഞു. ഇനി കോളേജിലേക്ക് പോകാം. അങ്ങനെ രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു. ഇനി എന്താണ് ബാക്കി? ബാക്കി വേറെ ഒന്നുമില്ല. ലഞ്ച് കഴിച്ചു, ഫുഡ് കഴിച്ചു. ഇപ്പം ഹോസ്റ്റലിൽ ഇരിക്കുകയാണ്. അങ്ങനെ കാര്യങ്ങളിലെ പോക്ക്. ഇനി കുളിക്കണം. വേർപ്പിലിരിക്കും, ഇപ്പോൾ വന്നുള്ളൂ. അപ്പോൾ അങ്ങനെ കുളിച്ച് റെഡി ആവണം. അപ്പം അത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ബൈ. ഇനി കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ട്, ഇടാനുമുണ്ട്. ക്ലാസ് കഴിഞ്ഞു. ഹായ്, ഇപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാണ് എൻ്റെ ഫ്രണ്ട് വരാൻ വേണ്ടി ലഞ്ച് കഴിക്കാൻ. അത് പിന്നെ എനിക്ക് ക്ലാസ് ഇന്ന് ആഫ്റ്റർനൂൺ ഷിഫ്റ്റാണ്. അപ്പോൾ
ഹാഫ് ഡേ ആഫ്റ്റർനൂൺ ഷിഫ്റ്റാണ്. അപ്പോൾ ഇന്ന് പോകണം. ഒരു 4:30 5:30 ആകുമ്പോൾ തിരിച്ചു വരും. പിന്നെ കോളേജ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പം തൽക്കാലം എല്ലാതും നല്ലതായിട്ട് പോകണം. പ്രത്യേകിച്ച് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. കോളേജ് ടീച്ചർമാരൊക്കെ ദേ ആർ ഗുഡ് ഫോർ നൗ. മീൻസ് ഐ ഡോണ്ട് നോ, ദേ ഡിഡ്ന്റ് സ്റ്റാർട്ട് ടീച്ചിങ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എല്ലാ ദിവസവും പല പല ടീച്ചർമാർ വരുന്നുണ്ട് ക്ലാസ്സിലേക്ക്. അപ്പോൾ അവരൊക്കെ നന്നായിട്ട് എടുക്കുന്നുണ്ട്. ലൈഫ് സ്കിൽസാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരു ക്ലാസ് ഉണ്ട് ലൈഫ് സ്കില്ലിൻ്റെ. പിന്നെ റെഗുലർ ക്ലാസ് ഇന്ന് തുടങ്ങും. ഇന്നാണ് ആക്ച്വലി ഞാൻ പഠിക്കാൻ പോകുന്ന എൻ്റെ സബ്ജക്റ്റ്. അപ്പോൾ ഇന്ന് കാണാം എങ്ങനെ ഉണ്ടാകുമെന്ന്. അപ്പോൾ ഇന്നായിരിക്കും ലെക്ചേഴ്സ് തുടങ്ങുന്നത്. അപ്പോൾ ടീച്ചർമാരൊക്കെ ദേ വർ നൈസ്. Some they looked strict, but I do not know if they are strict or not. But yes, let's see. It takes ഒരു 1-2 മാസം പിടിക്കും അത് അവരെ മനസ്സിലാക്കാനും അവരുടെ ടീച്ചിങ് രീതിയായിട്ട് അഡാപ്റ്റ് ചെയ്യാനും കൂടി കുറച്ച് സമയം എടുക്കും. അപ്പോൾ ബാക്കിയൊരു പ്രശ്നവുമില്ല. ഫ്രണ്ട്സ് പരിചയപ്പെട്ട് വരുന്നു. കുറച്ച് പേരൊക്കെ കണ്ടു. കുറച്ച് മലയാളികളും നോൺ മലയാളികളും കണ്ടു. പിന്നെ യെസ്, ക്യാമ്പസ് നല്ല സുഖമാണ്. ലൈക്ക് ദ വെദർ ഹിയർ ഈസ് വെരി നൈസ്. ഐ ലവ് ദ വെദർ. ബട്ട് യു സ്വെറ്റ് എ ലോട്ട്. കുറച്ച് വേർപ്പ് മാത്രം കൂടുതലാണ്. വെള്ളം കുടിക്കണം. വെള്ളം ഞാൻ കുടിക്കാറുണ്ട്, അപ്പോൾ അത് കുഴപ്പമില്ല. പിന്നെ ഇന്ന് പള്ളിയിൽ പോയി. അത് ക്ലിപ്പ് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ പള്ളിയിൽ പോയി. പള്ളി നല്ല രസമുണ്ടായിരുന്നു. ബട്ട് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. വെരി ഫ്യൂ, barely 50 people. അപ്പോൾ അങ്ങനെ പോയി കുർബാനൊക്കെ കണ്ടു. പിന്നെന്താണ്, ഈ എഡിറ്റിങ്ങിന് സമയം കണ്ടെത്തണം. അപ്പോൾ അങ്ങനെ എഡിറ്റിംഗ് ചെയ്യണം. അതൊക്കെ ഈ യൂട്യൂബിന് വേണ്ടി. പിന്നെ യെസ്, സോ ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ് ഗോയിങ് എവറിത്തിങ്. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഇനി കോളേജ് കഴിഞ്ഞിട്ടാണ് വിശേഷങ്ങളൊക്കെ വരാൻ പോണേ. പിന്നെന്താണ്, ലഞ്ച് കഴിച്ചു. ഹലോ. അപ്പോൾ ഇപ്പോൾ ഹായ്. അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ ആണ് എൻ്റെ കോളേജിൻ്റെ.